ഇന്ന് 40-ാം വെള്ളിയാഴ്ച. സുവിശേഷ വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിനാൽ ഈശോ 40 ദിവസം മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു. അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. പരസ്യജീവിതാരംഭത്തിന് മുൻപ് നിശബ്ദതയുടെയും ഉപവാസത്തിൻ്റെയും ആത്മീയ യുദ്ധത്തിൻ്റെയും നാളുകളാണ്. ഇവിടെ മരുഭൂമി തൻ്റെ വിശ്വസ്തത പരീക്ഷിക്കപ്പെടുന്ന സ്ഥലമായി മാറുന്നു. ഒന്നാമത്തെ പരീക്ഷണം കല്ലുകളെ അപ്പമാക്കി മാറ്റാനാണ്. ഈശോ വിശന്നിരിക്കുകയാണ്. ശാരീരികമായി 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വളരെ ദുർബലനാണ്. പക്ഷേ അവൻ തൻ്റെ ആശ്വാസത്തിനായി, തൻ്റെ സംതൃപ്തിക്കായി ദൈവികമായ ശക്തി ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്നു. ഈശോ പ്രതികരിച്ചു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ ഏറ്റവും ആഴമായ വിശപ്പ് ഭൗതിക വസ്തുക്കൾക്കായല്ല, ദൈവത്തിനു വേണ്ടി മാത്രമാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ ദൈവത്തിനല്ലാതെ യാതൊന്നിനും കഴിയില്ല. രണ്ടാമതായി, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും മേൽ പിശാച് യേശുവിന് ശക്തിയും മഹത്വവും വാഗ്ദാനം ചെയ്യുകയാണ്. ത്യാഗമില്ലാതെയുള്ള വിജയത്തിൻ്റെ പ്രലോഭനമാണിത്. എന്നാൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ യേശു വിസമ്മതിക്കുന്നു. കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കാൾ വലുതല്ല ഒരു നേട്ടവും, ഒരു സ്വത്തും, ഒരു അംഗീകാരവും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഒടുവിൽ ദേവാലയത്തിൽ നിന്ന് താഴേക്കു ചാടാൻ പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം അത് പരീക്ഷിക്കാൻ അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവസ്നേഹത്തെ പരീക്ഷിക്കാൻ ഈശോ തയ്യാറല്ല. പകരം വിശ്വസ്തതയും അനുസരണവും തിരഞ്ഞെടുക്കുന്നു. നോമ്പുകാലത്ത് ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്നു. ജീവിതയാത്രയിൽ പലപ്പോഴും നാമും പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. The desire for comfort without sacrifice, success without integrity, and control instead of trust. പലപ്പോഴും ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മുടെ ബലഹീനാവസ്ഥകളിലും ക്ഷീണാവസ്ഥകളിലും അനിശ്ചിതത്വങ്ങളിലും ഒക്കെയാണ്. പ്രലോഭനം പാപമല്ല, എന്നാൽ പ്രലോഭനത്തിന് വഴങ്ങുന്നത് പാപമാണ്. പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലൂടെയും നമ്മുടെ ദൗത്യത്തോടുള്ള വിശ്വസ്തതയിലൂടെയും പ്രലോഭനത്തെ എങ്ങനെ നേരിടാമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തരുന്നു. മരുഭൂമിയിൽ ഈശോയെ ശക്തിപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവിനെ നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അങ്ങനെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി പ്രാപിക്കാം. നോമ്പുകാലം നമ്മുടെ മരുഭൂമി യാത്രയാണ്. നമ്മുടെ ബലഹീനതകളെ സത്യസന്ധമായി നേരിടാനും വിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ ശക്തരാകാനുമുള്ള സമയം. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അനുതാപത്തിലൂടെയും നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കാനുള്ള സമയം. നമ്മുടെ മുൻഗണനകളെ പുനഃക്രമീകരിക്കാൻ നാം ദൈവത്തെ അനുവദിക്കുന്ന സമയം. ദൈവത്തിൽ ശരണപ്പെട്ട് നീങ്ങുമ്പോൾ പ്രലോഭനം നമ്മെ പരാജയപ്പെടുത്തുന്നില്ല, മറിച്ചത് വിശുദ്ധിയിൽ വളരാനുള്ള അവസരമായിട്ട് മാറുന്നു. പരീക്ഷണങ്ങളുടെ നിമിഷങ്ങളിൽ
വിശ്വസ്തത പുലർത്താനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ ആശ്രയിക്കുകയും അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ വിജയം യുദ്ധം ഒഴിവാക്കുന്നതിലല്ല, പ്രലോഭനങ്ങൾ അതിജീവിക്കുന്നതിലല്ല, മറിച്ച് ദൈവത്തെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുന്നതിലാണ്. ദൈവം മാത്രമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അഭയവും ആശ്രയവും സങ്കേതവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.